രാപ്പാൾ ദേശം കുംഭഭരണി ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത നിർവഹിച്ചു. ഉത്സവാഘോഷ പരിപാടികൾക്ക് പുറമെ വിവിധ സാമൂഹ്യ വിഷയങ്ങളിലും സജീവമായി ഇടപെടുന്ന രാപ്പാൾ ദേശം കുംഭഭരണി ആഘോഷ കമ്മിറ്റിയെ അദ്ദേഹം അഭിനന്ദിച്ചു. മഹാമാരിയുടെ കാലത്ത് വീടുകളിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുന്നതിനും പൊതുസ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ സഹായങ്ങൾ നൽകുന്നതിനും മുന്നിട്ടിറങ്ങിയ കമ്മിറ്റി കഴിഞ്ഞ വർഷങ്ങളിൽ ഉത്സവ നടത്തിപ്പിലും പുരസ്കാരങ്ങൾ നേടിയത് ശ്രദ്ധേയമായിരുന്നു. കഴിഞ്ഞ 3 വർഷവും 18 ദേശങ്ങളിൽ ഏറ്റവും മികച്ച ദേശപൂരത്തിനുള്ള സമ്മാനം നേടിയ രാപ്പാൾ ദേശത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ കല്ലയിൽ അധ്യക്ഷനായിരുന്നു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രകാശൻ, സുഭാഷ് രാപ്പാൾ, കുറുമാലിക്കാവ് ദേവസ്വം ഓഫീസർ PV സജീവ്, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് KS നന്ദകുമാർ, സെക്രട്ടറി ബിജു, രാജൻ കരവട്ട്, ആഘോഷ കമ്മിറ്റി അംഗങ്ങളായ സുധൻ കാരയിൽ, KN രാജൻ, ചന്ദ്രൻ പനമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 3 തവണയായി തുടർച്ചയായി നമുക്ക് അഭിമാനത്തോടെ പങ്കുവയ്ക്കാൻ സാധിക്കും. 3 വർഷം തുടർച്ചയായി കുറുമാലിക്കാവ് കുംഭഭരണി മഹോത്സവത്തിൽ ഏറ്റവും നല്ല ദേശത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഒരു ദേശമാണ്. വളരെ അഭിനന്ദനം ഈ സമയത്ത് കൂടി അറിയിക്കുകയാണ്. വെറുതെ കിട്ടുന്ന അവാർഡ് എല്ലാവർക്കും അറിയാം. സമയനിഷ്ഠ പാലിച്ചുകൊണ്ട്, അച്ചടക്കം പാലിച്ചുകൊണ്ട്, വലിയ പണച്ചെലവുള്ള പരിപാടികൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് മനോഹരമായ ദൃശ്യം ഒരുക്കിക്കൊണ്ടാണ് രാപ്പാൾ ദേശത്തിന്റെ കുംഭഭരണി കഴിഞ്ഞ 3 വർഷത്തെ തുടർച്ചയായി 3 വർഷം നമുക്ക് ഏറ്റവും നല്ല ദേശത്തിന്റെ അവാർഡ് നമുക്ക് ഉപദേശത്തിൽ ലഭിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം. നിരവധി ആളുകൾക്ക് സഹായം നൽകുകയും നമ്മുടെ സ്കൂളിലേക്ക് കസേര, ബെഞ്ച്, അംഗനവാടിക്ക് വേണ്ടി സർവീസ്. ഈ ദേശത്ത് എന്ത് പ്രശ്നമുണ്ടായാലും അതിന് ആ സാമ്പത്തിക പരിമിതി നിന്നുകൊണ്ട് വലിയ സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് രാപ്പാൾ ദേശപൂര കമ്മിറ്റി നടത്തി വരുന്നത്. വെറുതെ മറ്റു നാട്ടിലൊക്കെ പറയുന്നത് പോലെ പൂരം നടത്താൻ മാത്രമൊരു കമ്മിറ്റിയല്ല. ഈ നാടിന്റെ വികാരങ്ങളും ഇവിടുത്തെ വേദനകളും ഒക്കെ ഒപ്പിയെടുത്ത് ഈ നാടിന്റെ ഒരു സ്പന്ദനമായി നിന്നുകൊണ്ട് ദേശപൂരം നടത്തുക മാത്രമല്ല നിരവധി നന്മ കൂടി കാഴ്ചവെച്ചുകൊണ്ടാണ് രാപ്പാൾ ദേശ കുംഭഭരണി മഹോത്സവ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സ്ഥിരമായ കലകൾ അരങ്ങേറുന്ന ഏറ്റവും വലിയ ഈ നാടിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ് കുറുമാലിക്കാവ് ഭരണി ആഘോഷം. കോവിഡ് കാലഘട്ടത്തിലുമൊക്കെ അശ്രാന്ത പരിശ്രമത്തോടെ അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന സഹായ സഹകരണങ്ങളൊക്കെ നാടിന് വേണ്ടി ചെയ്തു. ഈ 2-3 വർഷക്കാലമായി മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് നല്ല അനുഭവമുണ്ട്. ഓരോ വർഷത്തെയും ഉത്സവാഘോഷം കുറുമാലിക്കാവ് ഭരണി നടത്തുന്ന ദേശപ്പൂരക്കാർക്ക് ആർക്കും സ്ഥലവും ഇല്ല, ഓഫീസും ഇല്ലാത്തൊരു സാഹചര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഓഫീസിൽ സൂചിപ്പിച്ച പോലെ നമുക്കൊരു പൂരം നടത്തിക്കൊണ്ടുപോകാൻ ആ സമയത്ത് 1-2-3 മാസങ്ങൾ നമ്മൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഓരോ കൊല്ലം ചെല്ലുന്തോറും ഓരോന്നിനും പൈസ ഇരട്ടിയോളം വർദ്ധിക്കാവുന്ന സാഹചര്യത്തിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അതിന് മിച്ചം വച്ചിട്ട് ഒരു സ്ഥലം വാങ്ങിക്കാനോ ഇതുപോലൊരു ഓഫീസ് കെട്ടാനോ ആർക്കും ഒരു ദേശ കമ്മിറ്റിക്കാർക്കും സാധിക്കാതെ പോയിട്ടുണ്ട്. ഇപ്പോ ഇവിടെ ഒരു കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് 21 ലക്ഷം രൂപ ചെലവഴിക്കുന്ന സ്ഥാപനം നിറവേറ്റാൻ കഴിയും. മറ്റുള്ള എല്ലാ ഞാൻ പൂര ആഘോഷത്തിൽ വന്നപ്പോൾ എല്ലാവരും നഷ്ടം. കാശ് ആനയ്ക്കും പൂരത്തിനും കാശ് കൊടുത്തു കഴിഞ്ഞാൽ 1 രൂപ പോലും കയ്യിലില്ലാതെ കടം വാങ്ങുന്ന സ്ഥിതിയിലാണ്. പക്ഷെ രാപ്പാൾ ദേശം എല്ലാവരുടെ കയ്യിൽ നിന്ന് കൃത്യമായി പണം വാങ്ങി, കൃത്യമായി ചടങ്ങ് നടത്തി, കൃത്യമായി കണക്കുണ്ടാക്കി അതിൻ്റെ വീതം പിടിച്ചുകൊണ്ടാണ് 21 ലക്ഷം ചെലവഴിച്ചത്. അതെനിക്ക് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം തന്നെയാണ്.
നമ്മൾ റീഡ് ചെയ്യുന്നു. അതോടൊപ്പം apa